ഖവാരിജുകളാണ് ലോകത്ത് ഉണ്ടായ വലിയ പ്രശ്നക്കാർ. ആ ഖവാരിജുകൾ വന്നപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ആദ്യ സംവാദം നടത്തി. ഖവാരിജുകളുമായി സംവാദം നടത്തി. 2000-ഓളം ഖവാരിജുകൾ ആ പിഴച്ച ആശയം ഒഴിവാക്കി, ആ തെറ്റ് വെടിഞ്ഞ് ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്ന ചരിത്രം ഇന്നും കാണാൻ സാധിക്കും. ഖവാരിജുകളെ പരാജയപ്പെടുത്തി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഖവാരിജുകൾ മദീന പള്ളിയിൽ വന്നപ്പോൾ അവിടെ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹുവിൻ്റെ ക്ലാസ് നടക്കുകയാണ്, ദർസ് നടക്കുകയാണ്. ആ ക്ലാസ്സിൽ അവർ പങ്കെടുത്തു. അവർ ശരിയെന്ന് കരുതി സ്വീകരിച്ച ആശയം തെറ്റാണെന്ന് മനസ്സിലാക്കി അതൊഴിവാക്കാൻ, അത് ഊരി വലിച്ചെറിയാൻ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ ചരിത്രം പ്രമാണ ബലമുണ്ടെങ്കിൽ നമുക്ക് ആവർത്തിക്കാം. ഖുറാഫത്തുകളെ തകർക്കാം, അന്ധവിശ്വാസങ്ങളെ എല്ലാ നിലക്കും വെടിയാൻ സമൂഹത്തോട് പറയാം. പ്രമാണ നിഷേധം, ആയത്തുകളെ നിഷേധിക്കൽ, ഹദീസുകളെ നിഷേധിക്കൽ, ഹദീസുകളെ പരിഹസിക്കൽ, സ്വഹാബികളെ കൊച്ചാക്കൽ, പണ്ഡിതന്മാരെ ഇകഴ്ത്തൽ, ഇതൊക്കെ നമുക്കില്ലാതെയാക്കാം. എന്ത് മതി? ഈ കണിശത മതി. ഖദരിയാക്കൾ പുറത്തു വന്നു. ഖദരിയാക്കൾ മഅബദുൽ ജുഹനി എന്ന് പറയുന്ന മനുഷ്യനിലൂടെ അള്ളാഹുവിൻ്റെ വിധിയെ നിഷേധിക്കുന്നവർ പുറത്തു വന്നു. ആ കാലഘട്ടത്തിൽ ആരൊക്കെയാണ് സ്വഹാബത്ത്? അബ്ദുല്ലാഹിബിൻ ഉമർ, ജാബിർ ബിൻ അബ്ദില്ല, അബൂ ഹുറൈറ, ഇബ്നു അബ്ബാസ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇത്രയും സ്വഹാബത്തുള്ള കാലമാണ്. അവരെന്താ പറഞ്ഞത്? മഅബദിന്റെ ആശയം ഉഷാറാണ്, നല്ല ആശയമാണ്, നമുക്ക് സ്വീകരിക്കാം, നമുക്ക് പുൽകാമെന്നാണോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഅബദുൽ ജുഹനിയോടും അവന്റെ വക്താക്കളോടും പറയുക, ഇബ്നു ഉമർ അതിൽ നിന്ന് മുക്തനാണ്, വിട്ടുനിൽക്കുന്നവനാണ്, അതുമായി ബന്ധമില്ല. അവരെങ്ങാനും എന്ത് ചെയ്താലും അതൊരിക്കലും തന്നെ അള്ളാഹു സ്വീകരിക്കൂല. ഉഹുദ് മലയോളം അവർ ചെയ്താൽ പോലും അള്ളാഹു സ്വീകരിക്കൂല എന്ന് കർശനമായി ഗൗരവത്തിൽ നൂറ്റാണ്ടുകൾക്കപ്പുറം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ, സമാനമായ വാദങ്ങളോട് പ്രതികരിക്കാൻ നമുക്ക് ചങ്കുറപ്പുണ്ടാകണം. അതാണ് നമ്മുടെ ആദർശ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ പ്രശ്നം അറിയിച്ചു കൊടുക്കുന്നത് ആരാ? 2 താബിഈങ്ങളാണ്, യഹ്യ ബിൻ യഅ്മർ, അതുപോലെ തന്നെ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ. ആ 2 താബിഈങ്ങൾ ബസറയിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ പ്രശ്നമായി, നമുക്ക് മിണ്ടാതിരിക്കാം, ഒന്നും പറയണ്ട, എന്തോ ആയിക്കോട്ടെ എന്നല്ല, ആ പ്രശ്നത്തെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു, പരിഹാരം വാങ്ങി, അതിവിടെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഇക്കാലമത്രയും ഖദരിയാക്കൾ വിജയം കൊയ്യാതെ പരാജയപ്പെട്ട ഒരു സമയമാണ് എവിടെയും നമ്മൾ കാണുന്നത്.